മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ESOPന്റെ ബേസിക്സ് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 8 ഹോംവർക്ക് വന്നപ്പോൾ മക്കളെ ഇത് ഞാൻ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, 1/4/2011 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വെസ്റ്റിംഗ് പീരീഡും എക്സസൈസ് പീരീഡും എല്ലാം 1 ഇയറിനുള്ളിലാണ്. ഇത് സാധാ ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇതാണ് ജേർണൽ എൻട്രി. നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്താ? P&L account debtor to employee compensation expense. ഇതാണ് ജേർണൽ എൻട്രി. ഈ രണ്ട് ജേർണൽ എൻട്രി പാസ്സായതാണ്. സർ, ഈ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പഠിക്കും. ചാപ്റ്ററിന്റെ ട്രെയിലർ കഴിഞ്ഞുള്ളൂ, പടം മൊത്തം കഴിഞ്ഞിട്ടില്ല. പടം മൊത്തം കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? അത്ര മാത്രം മതി. ഓക്കെ ആണോ മക്കളെ? ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ ഇന്നലെ റീഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ആ ക്വസ്റ്റ്യൻ എഴുതാൻ പോയിരുന്നു. ഓക്കെ, നിങ്ങൾ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ക്ഷമയോടെ കാത്തിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. എസ് ലിമിറ്റഡ് ഗ്രാൻസ് 1000 ഓപ്ഷൻസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് റുപ്പീസ് ഓൺ 1/4/2010 അറ്റ് റുപ്പീസ് 60 റുപ്പീസ്. മക്കളെ 60 റുപ്പീസ് ആണ് എക്സസൈസ് പ്രൈസ്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളോട് പറയുന്നത് the vesting period is 2.5 years. Okay, 2.5 years. നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. The maximum exercise period is 1 year. Exercise period എത്രയാ? 1 year ആണ്. Maximum price on that date is rupees 90. Sorry, market price on that date is 90. Market price എത്രയാ? 90 rupees. 90 rupeesന്റെ ഷെയർ 60 രൂപക്ക് കൊടുക്കുമ്പോൾ വാല്യൂ ഓഫ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു, മക്കളെ ഇവിടെ വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ ആണ്, എക്സസൈസ് പീരീഡ് ഡിഫറൻറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എത്രയാണോ ഓപ്ഷൻ കൊടുക്കുന്നത് അതിന്റെ മേലെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സർ, എന്തുകൊണ്ട്? മക്കളെ നമുക്ക് അറിയില്ല, നമ്മൾ ഇപ്പൊ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും. വാല്യൂ ഓഫ് ഓപ്ഷൻ ഈക്വൽ ടു 1000 ഓപ്ഷൻസ് ഇൻടു ഓക്കെ ഇൻടു 90 മൈനസ് 60. That is equal to value of option എന്ന് പറയുന്നത് 1000 into 90 minus 60 എന്ന് പറയുമ്പോൾ 30,000 rupees വരും. അതാ 30,000 rupees. മക്കളെ 2.5 കൊല്ലം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചെലവാണ് എത്ര? 30,000 രൂപ. 2.5 കൊല്ലം കൊണ്ട്. കാരണം 2.5 കൊല്ലാണ് വെസ്റ്റിംഗ് പീരീഡ്. ശ്രദ്ധിക്കുക. അന്നേരം എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് പെർ ഇയർ ഈക്വൽ ടു, അതായത് വാല്യൂ ഓഫ് ഓപ്ഷൻ പെർ ഇയർ ഈക്വൽ ടു 30,000 ഡിവൈഡഡ് ബൈ 2.5. ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 rupees. എത്ര കിട്ടും? 12,000 rupees. അതായത് 12,000 6,000. സർ, 6,000 അത് 6 മാസേ ഉള്ളൂ. 6 മാസം ഉണ്ടാകുമ്പോൾ പകുതി. 12,000 6,000. മക്കളെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കുറെ ആൾക്ക് ഡൗട്ട്. ശ്രദ്ധിക്കുക. അതായത് 1/4/2010 നിങ്ങൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് ചെയ്തു. അപ്പം ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട. 31st March 2011 ആയി കഴിഞ്ഞാൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യാം. Employee compensation expense account debtor to employee stock option outstanding account. എത്ര എമൗണ്ട് മക്കളെ? 12,000 രൂപ. ഓക്കെ, ഈ കൊല്ലത്തെ ചെലവ് എത്രയാ? 12,000 രൂപ. എന്തെങ്കിലും മാറ്റണ്ട? ഒന്നും മാറ്റൂല. മൂവ് ചെയ്തോ മുന്നോട്ടേക്ക്. സെയിം ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യാ? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. എത്ര എമൗണ്ട്? സെയിം എമൗണ്ട് 12,000. ഫസ്റ്റ് ഇയറിന്റെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിൽ സെയിം ജേർണൽ എൻട്രി മക്കളെ. അതായത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. ഓക്കെ, അത് എത്രയാ? 12,000 rupees. എത്രയാണ്? 12,000 rupees. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അതും എത്രയാ? 12,000. മക്കളെ നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടാണ്. അത് നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. ഓക്കെ, 6 മാസം കഴിഞ്ഞിട്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യാം, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് പാസ് ചെയ്യാം. സർ, എന്താ അങ്ങനെ പറയാൻ കാരണം 6 മാസം കഴിഞ്ഞിട്ട് വെസ്റ്റിംഗ് പീരീഡ് കഴിയും. ശരി തന്നെയാണ്. ബട്ട് സ്റ്റിൽ വെസ്റ്റിംഗ് എക്സസൈസ് പീരീഡ് 1 കൊല്ലം കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എപ്പം ജേർണൽ എൻട്രി പാസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇയർലി പാസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ബട്ട് അത് 1 കൊല്ലത്തേക്ക് എടുക്കാൻ പറ്റൂല. പക്ഷെ ഓക്കെ, ശ്രദ്ധിക്കുക. 30th September 2012 ഓർ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്, ഓർ 31st March 2013. എപ്പായാലും പ്രശ്നമില്ല. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 6,000 രൂപ. കാരണം എന്താ? 6,000 രൂപ.
മക്കളെ ഇതൊരു കെ ആണ് കേട്ടോ വേണ്ട, എല്ലല്ല ലാക്സ് അല്ല, 12,000 ആണ്. 12,000 6K. Okay, employee compensation expense account up to employee option. Next journal profit and loss account up to employee compensation expense. മക്കളെ ഞങ്ങളൊരു കുറച്ച് തന്നെ പറഞ്ഞു മക്കളെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പൊതുവെ ട്രീറ്റ് ചെയ്യുക ഇയർ എൻഡ് ആകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ട്രീറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ മാസം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമോ? ഇല്ല, ഒരു കൊല്ലത്തേക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, അതേപോലെ 6,000 മക്കളെ നമ്മളോട് പറയുന്നത്. ഓക്കെ, all the options were exercised on 31/7/2000. സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് തരുന്നുണ്ട്. ഡേറ്റ് തന്നിട്ടെങ്കിൽ എക്സസൈസ് ഡേറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എടുത്തു. ഓക്കെ, 31/7/2013 ആണ് എക്സസൈസ് ചെയ്തത്. ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്? 1000 ഇൻറ്റു എത്രയാണ് പൈസ? 60 രൂപ. ഓക്കെ, എത്രയാണെന്നോ? 60,000. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്, കാരണം ഇനി ഈ ലയബിലിറ്റി നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ അത് ഡെബിറ്റ് ചെയ്യാം. എത്ര എമൗണ്ട്? 1000. നിങ്ങൾ എത്രയാണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിന് വെച്ച് ചെയ്യുന്നുണ്ട്. 1000 ഇൻറ്റു 30 റുപ്പീസ് എത്രയാ? 30,000. സർ 12,000 അല്ലേ നമ്മൾ ഒരു കൊല്ലം ട്രീറ്റ് ചെയ്ത്, 2 കൊല്ലം ട്രീറ്റ് ചെയ്ത്. മക്കളെ എല്ലാം കൂട്ടി ചെയ്യുമ്പോൾ അത് എത്രയായി? 30,000 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു ഡൗട്ടും വേണ്ട. 1000 ഇൻറ്റു 30, 1000 ഇൻറ്റു വാല്യൂ ഓഫ് ഓപ്ഷൻ, 1000 ഇൻറ്റു വാല്യൂ ഓഫ് ഓപ്ഷൻ, നമ്പർ ഓഫ് ഷെയർ സബ്സ്ക്രൈബ് ഇൻറ്റു വാല്യൂ ഓഫ് ഓപ്ഷൻ. ഇത്രയേ ഉള്ളൂ മക്കളെ. പൈസ ശ്രദ്ധിക്കും. To equity share capital, to equity share capital account, to securities premium account. Equity share capital നിങ്ങളോട് ഞാൻ എമൗണ്ട് പറഞ്ഞത് 1000 ഇൻറ്റു ഫേസ് വാല്യൂ 10 രൂപ. 1000 ഇൻറ്റു എത്രയാണ്? 90 ആകുമ്പോൾ 80 റുപ്പീസ് ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം. മക്കളെ 80 റുപ്പീസ് ചില ആൾക്കാർ ഇത് കിട്ടിയിട്ടുണ്ടോ? മക്കളെ ഇത് കിട്ടിയിട്ടില്ല. കിട്ടുമായിരുന്നു സർ, കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? സ്പെസിഫിക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? മക്കളെ എക്സ്പെൻഡിച്ചർ ഇല്ലാണ്ട് നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ലേ? അതും ഇതുമാണ് സെറ്റ് ഓഫ് ചെയ്ത്. അത് രണ്ട് കാര്യങ്ങളാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 10,000 റുപ്പീസ് അതേപോലെ 80,000 റുപ്പീസ്. മക്കളെ ജേർണൽ ടാലി ആയി. വെറുതെ ടാലി ആക്കുന്നില്ല. പെർഫെക്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് മക്കളെ ജേർണൽ എൻട്രി. അതായത് ഇവിടെ ഫുൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ജേർണൽ എൻട്രി. ഫുൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തുകൊണ്ട് ഇതാ ജേർണൽ എൻട്രി. എല്ലാവരും മക്കളെ നറേഷൻ ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് കോട്ട് ചെയ്യുന്നില്ല. അതിന്റെ ഫോൾട്ട് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കരുതിക്കോ. നറേഷൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ബീയിങ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് റെക്കഗ്നൈസ്ഡ്, അങ്ങനെ ജേർണൽ എൻട്രീസ് വേറെ നിങ്ങൾ അതും ചെയ്തു. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് സെയിം എക്സാമ്പിൾ തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്പർ 7 തന്നെയാണ്. If 900 options exercised, and 100 options lapsed. മക്കളെ if 900 options exercised and 100 options lapsed, എന്താ പറയുന്നത്? 900 ഓപ്ഷൻസ് എന്ത് ചെയ്തു? എക്സസൈസ് ചെയ്തു. 100 ഓപ്ഷൻസ് ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കാം മക്കളെ. അതായത് വാല്യൂ ഓഫ് ഓപ്ഷൻ കണ്ടുപിടിച്ച് ഒരു തെറ്റുമില്ല, ശരി തന്നെയാണ്. ഓക്കെ, ഒരു തെറ്റുമില്ല, ശരി തന്നെയാണ്. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് പെർ ഇയർ കണ്ടുപിടിച്ചത് അതിലും ഒരു തെറ്റുമില്ല. ഇനി ഫസ്റ്റ് ഇയറിലെ ജേർണലിക്ക് ഒരു മാറ്റവും ഇല്ല. ഫസ്റ്റ് ഇയറിലെ ജേർണലിക്ക് മാറ്റില്ല, സെക്കൻഡ് ഇയറിലെ ജേർണലിക്ക് മാറ്റില്ല, 2.5 years കഴിഞ്ഞുള്ള ജേർണലിക്ക് മാറ്റമൊന്നുമില്ല. കാരണം അതൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളിത് എല്ലാവർക്കും ഓപ്ഷൻ എന്ത് ചെയ്ത് വെസ്റ്റ് ചെയ്തു എന്നാ പറയാ. എന്താ പറയാ? വെസ്റ്റ് ചെയ്തു അവർക്ക് റൈറ്റ് ടു സബ്സ്ക്രൈബ് വന്നു. അതിനുശേഷം പറയുന്നത് 900 എക്സസൈസ് ചെയ്തു, ഒരു 100 ഓപ്ഷൻസ് കിട്ടിയ എംപ്ലോയി പറഞ്ഞു എനിക്ക് വേണ്ടപ്പോ, എനിക്ക് താല്പര്യം, എനിക്ക് പൈസ ഇല്ല, ഞാൻ പോകുന്നിട്ട് അയാൾ പോയി. ഓക്കെ, അതാ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ജേർണൽ എൻട്രി? മക്കളെ ആകെ ജേർണൽ എൻട്രി ഇവിടെയാണ് മാറാ. ശ്രദ്ധിക്കും. ബാങ്ക് അക്കൗണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. നമ്മുടെ ജേർണൽ എൻട്രിയിൽ ഇപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ടുണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ്, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം, ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ 900 ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. 900 ഇൻറ്റു എത്രയാണ്? If I am right 60, 9 54,000, right?
54,000. ഇവിടെ എത്ര വരാം 900 into 30 9 3s are 27,000. ഓക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 900 into ഫേസ് വാല്യൂ. ഓക്കെ ഫേസ് വാല്യൂ മക്കളെ എല്ലാം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എമൗണ്ട് റിസീവ്ഡ് പിന്നെ വാല്യൂ ഓഫ് ഓപ്ഷൻ പിന്നെ എന്താണ് 900 into 10 എത്രയാണ് 9,000 rupees വരും. ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് 900 into 80 that is equal to 9 8s are 81 72,000. ഓക്കെ മക്കളെ ഇതാണ് ജേർണൽ എൻട്രി. നിങ്ങൾ നോക്കിയാട്ടെ നിങ്ങൾ 1000 ഓപ്ഷൻസിന്റെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യും. ബട്ട് നിങ്ങൾക്ക് 900 ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ എംപ്ലോയീസ് എക്സസൈസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചർ എക്സസ് ആണ്. നമുക്ക് പണ്ടേത്തെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പറ്റൂല. കഴിഞ്ഞ കൊല്ലം തെറ്റ് ചെയ്തു അങ്ങനത്തെ ഒരു പരിപാടി മക്കളെ. അക്കൗണ്ടിങ്ങിലെ പ്രൊവിഷൻ എസ്റ്റിമേഷനിൽ പല തെറ്റുകളും പറ്റും. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് 1000 ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് 1000 ആൾക്കാരുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത്. എത്ര എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്ത 1,20,000 rupees. എത്രയാ 30,000 rupees. മക്കളെ 30,000 ആണ് നമ്മൾ 2 കൊല്ലം കൊണ്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത എക്സ്പെൻഡിച്ചർ. ആക്ച്വലി എത്ര എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ 27,000. എത്ര 27,000. അതായത് നിങ്ങൾ നോക്കുമ്പോൾ 27,000 അതായത് നിങ്ങൾ എക്സസ് ആയിട്ട് 3000 എന്ത് ചെയ്തിട്ടുണ്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്യണം ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്തുകൊണ്ടാണ് ജനറൽ റിസർവിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ 12,000 നമ്മൾ ഫസ്റ്റ് മാറ്റിയത് ഫസ്റ്റ് P&L അക്കൗണ്ട് ഫസ്റ്റ് P&L അക്കൗണ്ട്. രണ്ടാമത്തെ കൊല്ലം രണ്ടാമത്തെ P&L അക്കൗണ്ടിലേക്ക്. മൂന്നാമത്തെ കൊല്ലം മൂന്നാമത്തെ P&L അക്കൗണ്ടിലേക്ക്. 3 കൊല്ലം P&L അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന ബാലൻസ് കിട്ടുന്നത്. ഇനി നിങ്ങൾ അത് ഈ കൊല്ലത്തെ P&L അക്കൗണ്ടിലേക്ക് ഇൻകം എക്സ്പെൻഡിച്ചർ റിവേഴ്സ് ചെയ്യുമ്പോൾ അത് ഇൻകം ആയിട്ട് വരാം. ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ P&L അക്കൗണ്ട് അത്രത്തോളം കൂടും. എന്നാൽ എല്ലാവരും വിചാരിക്കും ഈക്വൽ എന്തോ ലാഭം കൂടുതലാണ്. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എവിടത്തേക്ക് ജനറൽ റിസർവിലേക്ക്. ഓക്കെ ജേർണൽ എൻട്രി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. അത് മാത്രമല്ല ഇനി നമുക്ക് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന റിസർവോ ഒരു ലയബിലിറ്റിയോ വാട്ട് എവർ മേ ബി. ലയബിലിറ്റി ഫസ്റ്റ് ചിന്തിച്ചാൽ മതി. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ റിസർവ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ്. ഓക്കെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ്. എത്ര എമൗണ്ട് വരാം മക്കളെ? അതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഓൾറെഡി നമുക്ക് ESOP ഔട്ട്സ്റ്റാൻഡിംഗ് നോക്കിയാൽ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റിലുള്ളത് 12,000. ഇവിടെയും 12,000 24,000 ഇവിടെ 6,000 30,000. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഡെബിറ്റ് ചെയ്ത് കാരണം ഇപ്പൊ ESOPക്ക് ക്രെഡിറ്റ് ബാലൻസ് അവിടെ ഡെബിറ്റ് ചെയ്ത് 27,000 മൈനസ് ചെയ്തു. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 3,000. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഒന്ന് അതായത് ഡെബിറ്റും ക്രെഡിറ്റും മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. കാരണം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് നമ്മൾ ഡെബിറ്റ് ഉള്ളതെല്ലാം മൈനസ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. എങ്ങനെയാണ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 100 ഷെയർസ് ആണ് നിങ്ങൾ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തത്. അത് ഇൻറ്റു നിങ്ങളുടെ വാല്യൂ ഓഫ് ഓപ്ഷൻ 100 into 30 that is equal to 3,000 rupees. മക്കളെ ഇതാണ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അതായത് നമ്മൾ വെസ്റ്റിംഗ് പീരിയഡ് ലെസ് ദാൻ 1 year എക്സസൈസ് പീരിയഡ് ലെസ് ദാൻ 1 year ആണെങ്കിൽ ഈ കോൺസെപ്റ്റ് വരില്ല. ഓക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യും എത്രയാണോ ചെലവായത് അതിന് കണക്കായിട്ട് നമ്മൾ ജേർണൽ പാസ് ചെയ്യും. എത്രയാണോ ചെലവായത് അതിന്റെ കണക്കായിട്ട് നമ്മൾ ജേർണൽ പാസ് ചെയ്യും. Vesting period is more than 1 year. Exercise period also is after vesting period more than 1 year. Exercise period irrelevant. Vesting period more than 1 year ആണെങ്കിൽ നമ്മൾ ജേർണൽ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ഓൺ ഇഷ്യൂഡ് ഗ്രാൻഡ് എത്രയാണ് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്ത്. ഓക്കെ പിന്നെ നിങ്ങൾ എക്സസ് എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം റിവേഴ്സ് ചെയ്യണം. ഓക്കെ ദാറ്റ് ജേർണൽ എൻട്രി ഈസ് ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ജനറൽ റിസർവ്. മക്കളെ ഓക്കെ ആണോ? ഓക്കെ നമ്മൾ വാല്യൂ ഓഫ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ എന്താ വാല്യൂ ഓഫ് ഓപ്ഷന്റെ ഫോർമുല? വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അങ്ങനെയും വേണമെങ്കിൽ പറഞ്ഞു. വാല്യൂ ഓഫ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. എല്ലാവർക്കും അറിയാം മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. ഓക്കെ ശരിക്കും എല്ലാവരും അതിലേക്ക് ഞാൻ ഒന്നും കൂടി വരാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു കാര്യം അത് ഇപ്പം തന്നെ പറഞ്ഞാൽ അത്രക്കും കംഫർട്ടബിൾ ആണ്. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് നമ്മൾ ഇയർലി എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. മക്കളെ എന്താണ് ESOP ഔട്ട്സ്റ്റാൻഡിംഗ്? ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിസർവ് ആണ് അല്ലെങ്കിൽ ലയബിലിറ്റി ആണ്.
ഓക്കെ, അത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ കാര്യം. ബട്ട് അത് മാത്രമല്ല മക്കളെ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗിലെ ബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗിലെ ബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദി അക്യുമുലേറ്റഡ് എക്സ്പെൻസ്, accumulated employee compensation expense. മക്കളെ ശ്രദ്ധിക്കുക, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് അത് റിസർവ് ആണ്, അത് ആക്ച്വലി റിസർവ് ആണ്, ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റഡ് എക്സ്റ്റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാം. ഓക്കെ, ബട്ട് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതായത് ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ accumulated expense, accumulated employee compensation expense. സർ എന്താ ഉദ്ദേശിക്കുന്നത്? accumulate എന്നാണ് കൂടി കൂടി വരുന്ന എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. അതായത് ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ കൊല്ലം നിങ്ങളുടെ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ 12,000, രണ്ടാമത്തെ കൊല്ലം എന്താണ് 24,000, 12 + 12 24,000, മൂന്നാമത്തെ കൊല്ലം നോക്കുമ്പോൾ എത്രയായി 30,000 ആയി. അതായത് അത് നമ്മുടെ accumulated expense ആണ്. എന്താണ് accumulated employee compensation expense? ഇത് ഞാൻ പറയാൻ ഒരു വാലിഡിറ്റി ഉണ്ട്, അത് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതിപ്പോ നിങ്ങൾ മനസ്സിലാക്കും എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, accumulated എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഇത്ര കൊല്ലം കൊണ്ട്, അതായത് ഫസ്റ്റ് ഇയർ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തത് എത്രയാ 12,000, രണ്ടാമത്തെ കൊല്ലം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തത് എത്രയാ 24,000, മൂന്നാമത്തെ കൊല്ലം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തത് എത്രയാ 30,000. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ കൊല്ലങ്ങളിൽ അക്യുമുലേറ്റ്. ഫസ്റ്റ് കൊല്ലം അക്യുമുലേഷൻ ഇല്ല, സാധാ എക്സ്പെൻസ് മാത്രമാണ്, പക്ഷെ നമുക്ക് അത് അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ അക്യുമുലേറ്റ് ചെയ്ത് 12,000, സെക്കൻഡ് ഇയർ ആകുമ്പോൾ അക്യുമുലേറ്റഡ് എക്സ്പെൻസ്, അതായത് ഇത്ര കാലം വരെ എക്സ്പെൻഡിച്ചർ എത്രയായി 24,000 ആയി. 2.5 കൊല്ലം കഴിയുമ്പോൾ എത്ര എക്സ്പെൻഡിച്ചർ ആയി 30,000. ഇനി 3 കൊല്ലം ഉണ്ടാ, 4 കൊല്ലം ഉണ്ടാ, 5 കൊല്ലം ഉണ്ടാ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത് മക്കളെ. ഇനി ഞാൻ ആ ടോപ്പിക്കിലേക്കാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, വാല്യൂ ഓഫ് ഓപ്ഷന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസ് ക്വസ്റ്റ്യനിൽ എത്തും. സർ ഒരു ഡൗട്ട്, ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എടുക്കണം, ഫ്യൂച്ചർ മാർക്കറ്റ് പ്രൈസ് എടുക്കണം? ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എടുക്കണം, ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസ് എടുക്കണം? ഓക്കെ, ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസ് എടുക്കണം, ശരിയല്ലേ? ഒരു കറക്റ്റ് ഡൗട്ട് അല്ലേ? എക്സസൈസ് പീരീഡിലുള്ള മാർക്കറ്റ് പ്രൈസ് എടുക്കണം അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എടുക്കണം? ഒരു ഡൗട്ട് വരൂലേ? അതുകൊണ്ട് തന്നെ അത് ശരിയാക്കുന്നുണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പറയുന്നത്. മക്കളെ, വാല്യൂ ഓഫ് ഓപ്ഷൻ നമുക്ക് 2 മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ്, രണ്ടാമത്തെ ഫെയർ വാല്യൂ മെത്തേഡ്. മക്കളെ, മെത്തേഡിന്റെ പേരൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കാം. അത് ഇൻട്രൻസിക് വാല്യൂ മെത്തേഡാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കാം. എന്തേ സാർ? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എടുക്കും. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഗ്രാൻഡിന്റെ അന്നുള്ള അന്നത്തെ മാർക്കറ്റ് പ്രൈസ്. ഡേറ്റ് ഓഫ് ഗ്രാൻഡിന് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എത്ര 1000. സാർ അന്നേരം ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് പ്രൈസിനല്ലേ നമ്മൾ കൊടുക്കുന്ന അവ എക്സ്പെൻഡിച്ചർ, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഒഴിവാക്കി. ആ എക്സ്പെൻഡിച്ചർ അതൊന്നും ചിന്തിക്കേണ്ട കൂടുതൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഒരു നോഷൻ അല്ല എക്സ്പെൻഡിച്ചർ. പിന്നെ ആദ്യം നോഷനിൽ കുറെ എസ്റ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്, അത് കൊളാക്കണ്ട. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടല്ലേ കൊടുക്കേണ്ടത്. അതാണ് ലോജിക്. അന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട്. മക്കളെ, ഇന്ന് എനിക്ക് അന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് അറിയാൻ പറ്റൂല, എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത് സെബി ഗൈഡ് ലൈൻസും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരവും പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 15 ഇതിനുള്ളതാണ്. പിന്നെ ഗൈഡൻസ് നോട്ട്, ഗൈഡൻസ് നോട്ട്. ഓക്കെ, സെബി ഗൈഡ് ലൈൻസ് അല്ല, ഗൈഡൻസ് നോട്ട്. ഓക്കെ, ഗൈഡൻസ് നോട്ടും ഉണ്ട്, സെബി ഗൈഡ് ലൈൻസ് ഉണ്ട്, ബോത്ത്. ഓക്കെ, അത് 2 പ്രകാരം പറയുന്നത് നമ്മളോട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എടുക്കാം, കറണ്ട് മാർക്കറ്റ് പ്രൈസ് എടുക്കാം. അങ്ങനെയാണ് ഫോമിൽ എന്താവും? കറണ്ട് മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. നിങ്ങൾക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്തിനാ? അത് വെച്ചിട്ട് ചെയ്തോ. ഓക്കെ, ഇത് ജസ്റ്റ് നോളജ് ബേസ്ഡ് ആണ്. രണ്ടാമത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് ചെയ്യും. ഫ്യൂച്ചറിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, എക്സസൈസ് പീരീഡിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണ് നമ്മൾ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. അത് കുറച്ചുകൂടി ലോജിക്കൽ. അത് കറക്റ്റ് ആണെന്ന് നിർബന്ധമില്ല. സർ ഡിഫറൻസ് വന്നതിന് എന്താ ചെയ്യുക? ഡിഫറൻസ് വന്നാൽ ഇഗ്നോർ ചെയ്താൽ. ഡിഫറൻസ് ഒന്നും വരികയും ചെയ്യില്ല, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുകയും ചെയ്യില്ല. എക്സാമിന് വരൂല, നിങ്ങൾ ഫൈനൽ ലെവൽ ബാക്കി പഠിക്കും. ഓക്കെ മക്കളെ, ഡിഫറൻസ് നോക്കണ്ട, ചിന്തിക്കണ്ട, കാരണം ഇതൊരു എസ്റ്റിമേഷൻ മാത്രമാണ്. നമ്മളിപ്പോ അങ്ങനെ പറയും. ഇത് പിന്നെ നോഷണൽ എക്സ്പെൻഡിച്ചറാണ്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ല, നോഷണൽ എക്സ്പെൻഡിച്ചറാണ്. ആക്ച്വൽ ആയിട്ട് നമ്മൾ റിവൈസ് ഒക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ.
ഇത് നോഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് തന്നെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നുകിൽ ഇന്നത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് മക്കളെ. അതായത് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡും ഫെയർ വാല്യൂ മെത്തേഡും, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡും ഫെയർ വാല്യൂ മെത്തേഡും. ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇത്രയാണ് മാർക്കറ്റ് പ്രൈസ് തരുന്നുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ വേറൊന്നും എടുക്കാൻ പറ്റില്ല. കറന്റ് മാർക്കറ്റ് പ്രൈസും തന്ന് ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസും തന്ന്, എന്നാൽ ഏതിനെ പ്രയോറിറ്റി? ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസിന്. കറന്റ് മാർക്കറ്റ് പ്രൈസും തന്ന് ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസും തന്ന്, അങ്ങനെയാണെങ്കിൽ ഏതിനെ പ്രയോറിറ്റി? ഫ്യൂച്ചറിലെ മാർക്കറ്റ് പ്രൈസ്. പറയുന്ന മക്കളെ, കാരണം നമ്മൾ ബെസ്റ്റ് എസ്റ്റിമേഷനിലേക്ക് പോകണം. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ, അന്നത്തെ മാർക്കറ്റ് പ്രൈസ്. അന്നേരം അന്നത്തെ എടുക്കുന്നത് നല്ലത്. എന്നാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് തരും, അന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും. എന്നാൽ പഠിക്കാത്ത കുട്ടൻ എന്ത് ചെയ്യും? ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ഇതിൽ വെച്ച് ചെയ്യും, എന്നിട്ട് തെറ്റും. നല്ല 4 മാർക്ക് പോകും, നല്ല 4 മാർക്ക് പോകും. ഇത്രയേ ഉള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. മക്കളെ പറയുന്ന മനസ്സിലാകുന്നില്ല? ഇതാണ് രണ്ട് മെത്തേഡ്. മെത്തേഡിന്റെ പേരൊന്നും ഒരു പഠിച്ചിട്ട് കാര്യമില്ല, ഏടിയും പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ മക്കളെ നമ്മുടെ പേരൊന്നും ഒരു കാര്യമില്ല, നമ്മൾ തന്നെ പഠിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ പഠിച്ചു. ഓക്കെ, അത് നമുക്ക് വേണം. ദാറ്റ്സ് ഇറ്റ്. അതായത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുത്തത് ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 ways: ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്, ഫെയർ വാല്യൂ മെത്തേഡ്. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് ആകുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് യൂസ് ചെയ്യാം. ഫെയർ വാല്യൂ മെത്തേഡ് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ്. ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡിന്റെ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് പ്രൈസ് അതായത് ഇന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ്, എക്സസൈസ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ എല്ലാവരും ഓക്കെ ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, on 1st April 2011 a company offered 100 shares to each of its 500 employees. മക്കളെ 100 shares to each of its 500 employees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 into 100 ആണ് നമ്മുടെ ഓപ്ഷൻ, 50,000 rupees. ഓക്കെ, 500 അതായത് ഓരോ എംപ്ലോയീസിനും 100 shares വെച്ചിട്ട് at ₹50 per share. അത്ര 50 രൂപയാണ് ഷെയർ. ഓക്കെ, the employees are given a year to accept the offer. എംപ്ലോയീസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കൊല്ലം കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the shares issued under the plan shall be subject to lock-in on transfer for more than 3 years from the grant date. അതായത് ഷെയർ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എംപ്ലോയീസ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാൻസൽ എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതായത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല 3 കൊല്ലത്തേക്ക്. ലോക്ക് ഇൻ ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല 3 കൊല്ലത്തേക്ക്. ഓക്കെ, അതൊരു റെസ്ട്രിക്ഷൻ ആണ്. The market price of shares of the company on the grant date is 60 per share. 60 രൂപയാണ് ഇഷ്യൂ ഡേറ്റ് ഷെയറിന്റെ പ്രൈസ്. ഓക്കെ, ഗ്രാൻഡ് ഡേറ്റിന്റെ പ്രൈസ്. ഡ്യൂ ടു പോസ്റ്റ് വെസ്റ്റിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫർ, അതായത് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ദ ഫെയർ വാല്യൂ ഓഫ് ഷെയർ, മക്കളെ ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ വേറെയാണ്, ഫെയർ വാല്യൂ ഓഫ് ഷെയർ വേറെയാണ്. മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ഫെയർ വാല്യൂ ഓഫ് ഷെയർ ആണ്. മക്കളെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, സർ ഈ ഫെയർ വാല്യൂ ഓഫ് ഷെയറും ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷനും സെയിം ആണോ? ഫെയർ വാല്യൂ ഓഫ് ഷെയറും ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷനും സെയിം ആണോ? മക്കളെ ഫെയർ വാല്യൂ ഓഫ് ഷെയറും ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ സെയിം അല്ല. അതാണ് മക്കളെ ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ഫെയർ വാല്യൂ ഓഫ് ഷെയർ, ഈസ് നോട്ട് ഈക്വൽ ടു ഫെയർ വാല്യൂ ഓഫ് ഷെയർ. നമ്മുടെ ഫെയർ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസിന്റെ വേറെ നെയിമാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന്റെ വേറൊരു നെയിമാണ്. ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് ആണ് പറയുന്നത്. ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെലവ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ആണോ ഫെയർ വാല്യൂ ഓഫ് ഷെയർ ആണോ? ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ആണോ ഫെയർ വാല്യൂ ഓഫ് ഷെയർ ആണോ? കാരണം ചില ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്യും? ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ഡയറക്ട്ലി തരും, ചില ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്യും? ഫെയർ വാല്യൂ ഓഫ് ഷെയർ തരും, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, നമ്മളോട് പറയുന്നത് ഫെയർ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അണ്ടർ ദ പ്ലാൻ ആർ എസ്റ്റിമേറ്റഡ് അറ്റ് 56 rupees. അതായത് പോസ്റ്റ് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് 3 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഷെയറിന്റെ വാല്യൂ എത്രയായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? 56 രൂപയായിരിക്കും. On 31st March 2012, on 31st March 2012, on 1st April 2011 നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? On 31st March 2012, 400 employees accepted the offer and paid ₹50 per share purchased. Nominal value of each share is ₹10. Record the issue of shares in the books of the company under the aforesaid plan. May 2018, November 2019, 5 marks. Okay, അതായത്
മെയ് 2018 കഴിഞ്ഞാൽ നവംബർ 2018, അതായത് വിത്തിൻ വൺ ഇയർ, അതായത് ഓരോ അറ്റംപ്റ്റ് ഗ്യാപ്പ് വെച്ചിട്ട് എക്സാമിന് ചോദിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. മക്കളെ നിങ്ങൾ ഒന്നുകൂടി വായിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വാല്യൂ ഓഫ് ഓപ്ഷൻ കണ്ടുപിടിക്കുന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാം. മക്കളെ ഞാനിപ്പോ നിങ്ങൾക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത് അതാണ് ഇവിടെ ഉള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 60 തന്നിട്ടുണ്ട് ഷെയറിന്റെ പ്രൈസ്. ഓക്കെ, ഈ ലോക്ക് ഇൻ ട്രാൻസ്ഫർ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഷെയറിന്റെ വാല്യൂ 56ലേക്ക് കുറയും. 56ലേക്ക് കുറയും. നിങ്ങൾ 60 എടുക്കണം, 56 എടുക്കണം, 56 എടുക്കണം. അവിടെയാണ് പോയിന്റ്. അത് മാത്രമേ ഇവിടെ ഉള്ള ഒരു പോയിന്റ്. ഈ ഒരു ക്വസ്റ്റൻ പലതവണ വന്നിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? കുട്ടികൾക്ക് അറിയില്ല കൺസെപ്റ്റ് ഒന്നും. 56 എടുക്കണം, 60 എടുക്കണം, അവിടെ നിങ്ങൾ അവിടെ പഠിച്ചു കളിക്കും. ഒന്നും നമുക്ക് പ്രശ്നമില്ല. അതായത് നമുക്കറിയാം, അതായത് എസ്റ്റിമേറ്റഡ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. എസ്റ്റിമേറ്റഡ് അറ്റ് ടൈം ഓഫ് എക്സസൈസ് പീരീഡ് അല്ലെങ്കിൽ ആഫ്റ്റർ എ വൈൽ അത് തന്നിട്ടുണ്ട്. ഓക്കെ മക്കൾ, അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 വാല്യൂ ഓഫ് ഓപ്ഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ ഓഫ് എല്ലാ ക്വസ്റ്റ്യനും വാല്യൂ ഓഫ് ഓപ്ഷൻ മക്കളെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ ഓഫ് ഓപ്ഷൻ ഈക്വൽ ടു എത്രാമത്തെ ക്വസ്റ്റൻ? 9th ക്വസ്റ്റൻ അല്ലേ. വാല്യൂ ഓഫ് ഓപ്ഷൻ ഈക്വൽ ടു 400 എംപ്ലോയീസ്. മക്കളെ എത്രയാ എക്സസൈസിന്? 400 എംപ്ലോയീസ്. ഓക്കെ, നമുക്ക് ഇവിടെ വെസ്റ്റിംഗ് പീരീഡ് ഒന്നും പ്രോപ്പർ ആയിട്ട് പറയുന്നില്ല. 31st മാർച്ച് കൊണ്ട് എല്ലാം കഴിയുന്നുണ്ട്. ഓക്കെ, പിന്നെ 31st മാർച്ച് ആകുമ്പോഴത്തേക്കും എക്സസൈസും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എസ്യൂം ചെയ്യുക. വെസ്റ്റിംഗ് പീരീഡ് എക്സസൈസ് പീരീഡിലും എല്ലാം വിത്ത് മണിയാറാണ്. 400 into 56 minus 50, അതായത് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. ഓക്കെ മക്കളെ, എത്ര ആൻസർ കിട്ടും നിങ്ങൾക്ക്? 400 into 6 എന്ന് പറയുമ്പോൾ 24,000 rupees കിട്ടും. വാല്യൂ ഓഫ് ഓപ്ഷൻ മക്കളെ, ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എംപ്ലോയി ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്. ഏത് ഡേറ്റിനാ? 31st മാർച്ച് 2012. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? സോറി, ഒരു മിനിറ്റ്. 400 into 6 into 100 ശേഷം ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 00 വരും. 24 lakhs വരും. ഓക്കെ, 24 lakhs ആ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ്, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 400 into 100 നമ്മുടെ ഷെയർസ്. ഓക്കെ, 400 into 100. അത് മാത്രമല്ല ഇൻറ്റു എത്ര എമൗണ്ട്? 50 rupees. എത്രയാ? 50 rupees. 400 into 100 എന്ന് പറയുന്നത് എത്രയാ? 400 into 100 40,000 into 50 rupees എന്ന് പറയുമ്പോൾ 20 lakhs വരും. എത്ര വരാ? 20 lakhs. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 24 lakhs വരും. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 400 into 100 into 10. ഇവിടെ എത്ര വരും? 400 into 100 into 6. ഓക്കെ, 400 into 100 into 6. ഓക്കെ, 400 into 100 into 10 എന്ന് പറയുന്നത് 4 lakhs വരും. ഇനി ഇവിടെ എത്ര വരാം? 400 into 100 into ഓക്കെ എത്രയാണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ വരാം? 56 രൂപക്ക്. ഓക്കെ, 56 minus 10 എന്ന് പറയുന്നത് എത്രയാ? 56 minus 10 എന്ന് പറയുന്നത് 46 രൂപ. ഓക്കെ, 400 into 100 into 46 rupees, that is equal to 18,40,000. 18,40,000. മക്കൾ ഒരു മിനിറ്റ് വെയിറ്റ്. മക്കളെ ശ്രദ്ധിക്ക്, ഒരു 0 കൂടി പോയിട്ടുണ്ട്. വാല്യൂ ഓഫ് ഓപ്ഷൻ തന്നെ എത്രയേ വരുന്നുള്ളൂ? വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2,40,000 വരുന്നത്. ഓക്കെ, 2,40,000 വരുന്നത്. അതാണ് ഇവിടെയും വരുന്നത് 2.4 lakhs വരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് കിട്ടും. 20 lakh plus 2.4 lakhs 22,40,000 കിട്ടും. അത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18,40,000 4 lakh ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 22,40,000 കിട്ടും. മക്കളെ, ആ 0 കൂടി പോയാൽ ഒരു പ്രശ്നവും ഇല്ല. ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്താ? സെയിം തിങ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, എത്രയാണ്? 2.4 lakhs. 2.4 lakhs. മക്കളെ പറയുന്ന മനസ്സിലായി? മക്കളെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് തന്നെ പഠിച്ചു കഴിഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോംവർക്ക്സ് ഇപ്പം തന്നെ പറയാം. 9th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ചില ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇവിടെ 400 എംപ്ലോയീസ് എന്ന് പറഞ്ഞു, ഇവിടെ 50% ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു. 50% എന്ന് പറഞ്ഞാൽ 200 എംപ്ലോയീസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ചെയ്താൽ മതി. പിന്നെ
കുറേ റിപ്പീറ്റേഷൻ ഉണ്ട് മക്കളെ ഈ സെയിം ക്വസ്റ്റ്യൻ. ഞാൻ പിന്നെ മാക്സിമം ഒഴിവാക്കിയതാണ്, കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15 ചെയ്തോ. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് നവംബർ 2019 5 മാർക്കിന് ചോദിച്ചിട്ട്. ഓക്കെ, ഒരു മിനിറ്റ്. നവംബർ 2019 ഇത് RTP ആണ്, അത് വിട്ടേ. RTP 9,000 നവംബർ 2019. ഓക്കെ, അവിടുത്തെ ഡേറ്റ് തന്നെ ഞാൻ വിടണം. ഓക്കെ, നവംബർ 2019. മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ ഇതാണ്. ആ ഹോംവർക്സ് ഒന്ന് എഴുതണേ മക്കളെ. നമുക്ക് 1000 എംപ്ലോയീസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, എല്ലാവർക്കും 100 ഓപ്ഷൻസ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 100 ഓപ്ഷൻസ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വാല്യൂ ഓഫ് ഓപ്ഷൻ നമ്മൾ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. 6 രൂപ, ₹6. നമുക്ക് 1000 എംപ്ലോയീസ് ഉണ്ട്, 100 ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് 6. വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് 6. മക്കളെ മനസ്സിലാക്കുക. എക്സസൈസ് പ്രൈസ് തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. വാല്യൂ ഓഫ് ഓപ്ഷൻ, ഡയറക്ട്ലി വാല്യൂ ഓഫ് ഓപ്ഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യും. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ, നമ്മൾ സാധാരണ രീതി ചെയ്യുമ്പോൾ 1000 into value of option to be recognized as expenditure, 1000 into 100 into 6, that is equal to 1000 into 100 എന്ന് പറഞ്ഞാൽ 1 lakh, 1 lakh into 6 എന്ന് പറയുമ്പോൾ 6 lakh rupees. ഓക്കെ, 3 years ആണ് വെസ്റ്റിംഗ് പീരീഡ് എങ്കിൽ, എങ്ങനെ ചെയ്യാം? 2 lakh, 2 lakh, 2 lakh. മക്കളെ ഡൗട്ട് ഉണ്ടായി ഇതിൽ ഇപ്പൊ പറഞ്ഞതില്? അതായത് മാക്സിമം വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് 6 ലക്ഷം. 3 കൊല്ലാണ് വെസ്റ്റിംഗ് പീരീഡ്. എത്രയാണ് വെസ്റ്റിംഗ് പീരീഡ്? 3 years. അങ്ങനെ നമ്മൾ എന്താ ചെയ്യുക? വെസ്റ്റിംഗ് പീരീഡ് 3 years. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 കൊല്ലത്തേക്ക് എന്ത് ചെയ്യും? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇറ്റ് ഷുഡ് ബി അമൗണ്ടൈസ്ഡ് ഡ്യൂറിംഗ് ദ വെസ്റ്റിംഗ് പീരീഡ് ഇൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഈക്വൽ ആയിട്ട് നമ്മൾ 2 lakh വെച്ചിട്ട് എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യും. ജനറൽ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇതുവരെ എല്ലാവരും ഓക്കെയാണോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ശ്രദ്ധിക്കും, ഞാനൊരു കമ്പനിയാണ്. എനിക്ക് എന്റെ കമ്പനിന്റെ എംപ്ലോയീസിന്റെ ക്യാരക്ടറിൽ എല്ലാവർക്കും അറിയാം. ഏകദേശം എന്റെ കൂടെ ഒരു കൊല്ലം നിന്നാലും ഒരാളെ സ്വഭാവം പഠിക്കാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോഴത്തെ കാലത്ത് സിമ്പിളാണ്. 3 ദിവസം പൈകിയാൽ മതി, മനസ്സിലാവും എല്ലാത്തിന്റെ സ്വഭാവം. ഓക്കെ, എന്നാൽ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ കമ്പനിന്റെ ഡയറക്ടർ. ഞാൻ അവർക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. 1000 എംപ്ലോയീസിന് 100 ഓപ്ഷൻസ് വെച്ചിട്ട്. പക്ഷെ എനിക്കറിയാം അതിന് 10% ആൾക്കാർ എന്ത് ചെയ്യൂല? ഓപ്റ്റ് ചെയ്യൂല. അതിൽ 10% ആൾക്കാർ ഓപ്റ്റ് ചെയ്യൂല. മക്കളെ പറയുന്നത് മനസ്സിലാവില്ല? അതിൽ 10% ആൾക്കാർ ഓപ്റ്റ് ചെയ്യൂല. അതെന്റെ എസ്റ്റിമേഷനാ സർ. ഓൾറെഡി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നോഷനല്ല. ആ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എസ്റ്റിമേഷനാ. അന്നേരം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വെറുതെ അല്ല, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. യെസ്, അക്കൗണ്ടിംഗ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ. അതേപോലെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്റെ 10% എംപ്ലോയീസ് എന്ത് ചെയ്യും? ഇത് ട്രീറ്റ് ചെയ്യൂല. എംപ്ലോയീസ് എന്ത് ചെയ്യും? 10% എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യൂല, സബ്സ്ക്രൈബ് ചെയ്യൂല. കാരണം അവരുടെ ക്യാരക്ടർ എനിക്കറിയാം. ആക്ച്വൽ ആവണോ ഇതാവണോ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി 10% എന്ത് ചെയ്യൂല? ആക്സെപ്റ്റ് ചെയ്യൂല. ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാക്കി 90% എക്സ്പെൻഡിച്ചർ മാത്രം റെക്കഗ്നൈസ് ചെയ്താൽ. അതായത് എനിക്ക് ഉറപ്പാണ് എന്റെ 10% ലാബ്സ് ആവും, ക്യാൻസൽ ആവും, സബ്സ്ക്രൈബ് ചെയ്യൂല. ഉറപ്പുണ്ടെങ്കിൽ 90% സബ്സ്ക്രൈബ് ചെയ്താൽ മതി, 90% എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആണ്. വെറുതെ കുറെ ചെലവെല്ലാം കാണിച്ചിട്ട് വെറുതെ എന്ത് ചെയ്യണ്ട? ഓരോ കൊല്ലത്തെ പ്രോഫിറ്റ് കുറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്ത? ബെസ്റ്റ് എസ്റ്റിമേറ്റ്. എങ്ങനെയാണ് എസ്റ്റിമേറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ചെയ്യും. ഇത് കാരണം ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് കൂടാനും പറ്റില്ല, അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റ് കുറയാനും പറ്റില്ല. അതാണ് നിങ്ങൾ ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസിയിൽ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി എന്ന് പറയുന്നതിന്റെ ഒരു 3 ക്രൈറ്റീരിയ പറയുന്നുണ്ട്, കണ്ടീഷൻ. അതിൽ പഠിക്കുന്നുണ്ട്. ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പോളിസി സെലക്ട് ചെയ്യാൻ പറ്റൂല. ഒരു ലാഭം കൂട്ടാൻ വേണ്ടിയിട്ടോ നഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പോളിസി സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, കേട്ടില്ലെങ്കിൽ വിട്ടേ, ഒഴിവാക്കിയ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, അഥവാ നമ്മളോട് പറയുന്നത് 10% എംപ്ലോയീസ് സബ്സ്ക്രൈബ് ചെയ്യൂല അല്ലെങ്കിൽ ലാബ്സ് ആവുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ബാക്കി 90% എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. ശ്രദ്ധിക്ക്. അതായത് ഈ കേസിൽ 1000 into 100 into
into 6 rupees. Okay, ഇത് മക്കളെ ഇത് 100% എംപ്ലോയീസിനാ. നിങ്ങൾ എന്ത് ചെയ്താൽ 90% എംപ്ലോയീസിന്റെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 into 100 into 6 into 90% എന്ന് പറയുന്നത് 5,40,000. ഈ 5,40,000 എന്ത് ചെയ്താൽ മതി, റെക്കഗ്നൈസ് ചെയ്താൽ മതി. അതെന്ത് ചെയ്യാം, 3 കൊല്ലത്തേക്ക് അതെന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതായത് 1,80,000 1,80,000 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മക്കളെ പറയുന്ന മനസ്സിലാവും? അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെറുതെ നമ്മൾ കുറേ ചെലവൊന്നും കാണിക്കണ്ട. നിങ്ങൾക്ക് എത്രയാ പ്രതീക്ഷയുള്ള അതിന്റെ മേലെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തത്, ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1000ന്റെ മേലെ ഡയറക്റ്റ് 90% എടുക്കാം. അന്നേരം 900 കിട്ടും. 900 into 100 into 6 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വാട്ട് എവർ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടത്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, 90% എംപ്ലോയീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷ ഉള്ളെങ്കിൽ പ്രതീക്ഷ എങ്ങനെയാ, എസ്റ്റിമേഷൻ. അതായത് അങ്ങനെയാണെങ്കിൽ 90% എക്സ്പെൻഡിച്ചർ മാത്രം നമ്മൾ റെക്കഗ്നൈസ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്, നമ്മുടെ ഗൈഡൻസ് നോട്ടിൽ പറയുന്നത്. വെറുതെ നിങ്ങൾ കൂടുതൽ ചെലവ് കാണിച്ചിട്ട് വെറുതെ പ്രോഫിറ്റ് കുറക്കാൻ നിൽക്കണ്ട. ഓക്കെ ആണോ മക്കളെ എല്ലാവരും? മക്കളെ എസ്റ്റിമേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ജേർണൽ എൻട്രി ഫസ്റ്റ് പാസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ എക്സസൈസിന്റെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ 900ന്റെ എക്സ്പെൻഡിച്ചർ ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. 800 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സസൈസ് ചെയ്തിട്ടുള്ളൂ. അന്നേരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളിപ്പോ ഓൾറെഡി 100 എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് റിവേഴ്സ് ചെയ്തോ. മക്കളെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 900ന്റെ എക്സ്പെൻഡിച്ചർ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തത്, നിങ്ങൾ എന്ത് ചെയ്ത് എക്സസൈസ് പീരീഡ് എത്തിയപ്പം 900നെക്കാളും കുറവാണ് അവർ എക്സസൈസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്തോ, എക്സസ് എത്ര എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്ത് അത് റിവേഴ്സ് ചെയ്യും. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എസ്റ്റിമേഷൻ തെറ്റിക്കൂടെ? എസ്റ്റിമേഷൻ തെറ്റാം. സർ 1000 എംപ്ലോയീസും സബ്സ്ക്രൈബ് ചെയ്തു, എന്താ ചെയ്യാം, നിങ്ങൾ ലാസ്റ്റത്തെ കൊല്ലം നിങ്ങൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യും. ലാസ്റ്റത്തെ കൊല്ലം എക്സസൈസ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യും. കാരണം നമുക്കിത് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 900 എക്സ്പെൻഡിച്ചർ നിങ്ങൾ ട്രീറ്റ് ചെയ്തു, 1000 എക്സ്പെൻഡിച്ചർ വരുന്നു, 1000ഉം സബ്സ്ക്രൈബ് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്യണം, 100 എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യണം. ആ കൊല്ലം ട്രീറ്റ് ചെയ്യും. ഏത് കൊല്ലം? എക്സസൈസ് പീരീഡ്. സർ വെസ്റ്റിംഗ് പീരീഡിലല്ലേ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞേ. കഴിഞ്ഞ കൊല്ലങ്ങൾ നമുക്ക് അക്കൗണ്ട്സ് ഒന്നും ചെയ്യാൻ പറ്റൂല. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത്, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ചെയ്യണം. സർ നിങ്ങൾ എസ്റ്റിമേറ്റ്, മക്കളെ എസ്റ്റിമേഷൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എന്റെ പ്രോഫിറ്റ് കൂട്ടാനോ കുറക്കാൻ വേണ്ടിയിട്ടല്ല എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഊഹിച്ചു പോയി IPCC ബോത്ത് ഗ്രൂപ്പ് ഈ കുട്ടികളൊന്നും പാസ്സാവില്ല, പക്ഷെ ഈ കുട്ടികൾ പാസ്സായി പോയി. എന്താണ് എസ്റ്റിമേഷനാ? ഞാൻ ജസ്റ്റ് പറഞ്ഞതാട്ടാ, നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക, നിങ്ങളുടെ പാസ്സാവും. നിങ്ങളെല്ലാം പാസ്സാവും. മക്കളെ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിന്റെ മാത്രം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. പിന്നെ എക്സസൈസ് പീരീഡിൽ മാറ്റമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സസ് എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ചെയ്യും. എന്താ ജേർണൽ എൻട്രി, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് അപ്ഡേറ്റ് ജേർണൽ റിസർവ്, ജേർണൽ എൻട്രിന്ന് ഒരു മാറ്റം വരില്ല. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ കുറവാകും. അന്നേരം ആ ടൈമിൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്തോ. ജേർണൽ എൻട്രി എന്താ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ESOP outstanding account, whatever, P&L account up to employee compensation expense. അതിലൊന്നും ഒരു കാര്യമില്ല. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ പോകുന്നത്. സർ നമ്മളിപ്പോൾ കൺസെപ്റ്റ് പഠിച്ചു, അതിന് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അല്ല, ശരിക്കും ഈ ക്വസ്റ്റ്യൻ അതിന് റിലേറ്റഡ് ആണ്. അതായത് അജണ്ട ഗ്രാൻസ് 120 ഷെയർ ഓപ്ഷൻസ് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് 460 എംപ്ലോയീസ്. 120 ഷെയർ ഓപ്ഷൻസ് 460 എംപ്ലോയീസ്. ടോട്ടൽ എത്ര ഓപ്ഷൻസ് വരും? ഈച്ച് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ് ആണ് 120 into 460. ഓക്കെ, അതാണ് ടോട്ടൽ ഓപ്ഷൻസ്. ഈച്ച് ഗ്രാൻഡ് ഈസ് കണ്ടീഷൻ ഓൺ ദ എംപ്ലോയി വർക്കിംഗ് ഫോർ അജണ്ട ഓവർ ദ നെക്സ്റ്റ് 3 years. നെക്സ്റ്റ് 3 years അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻ കിട്ടും. എന്നിട്ട് 3 കൊല്ലാണ് വെസ്റ്റിംഗ് പീരീഡ്. അജണ്ട ഹാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് the fair value of each share option fair value of each share option fair value of each share alla makkale fair value of each share option is 12 rupees. അതായത് 12 രൂപയാണ് എന്ത്, fair value of option. ഓക്കെ, ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് അതാണ് ഇങ്ങനെ പറഞ്ഞത്. അജണ്ട എസ്റ്റിമേറ്റ്സ് അവരെന്തോ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്.
estimates that 25% of employees will leave during the 3-year period. 25% എംപ്ലോയി എന്ത് ചെയ്യും ഈ 3 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഒഴിഞ്ഞു പോകും. കാരണം നമുക്കറിയാം ഒരാളെ ബെർത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ agenda estimates that 25% of employees will leave during the 3-year period and so forfeit their rights to the share options. അതായത് നമ്മളോട് തന്നെ 25% എംപ്ലോയീസ് ഉണ്ടാവില്ല നമുക്ക് മനസ്സിലാക്കാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി 75 മാത്രം എന്ത് ചെയ്താൽ മതി, എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. എവറിത്തിങ് ടേൺസ് ഔട്ട് എക്സാക്ട്ലി ആസ് എക്സ്പെക്ടഡ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ നടന്നു. അതായത് എന്താ സംഭവിച്ചത്, അതായത് 75% ഇവർ റെക്കഗ്നൈസ് ചെയ്തത്, എക്സ്പെൻഡിച്ചറിൽ 75% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, ബാക്കി 25 ആൾക്കാർ പോകാണ്ട് എന്തെങ്കിലും ചെയ്തു. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുക, calculate the amount to be recorded as expense during the vesting period. ഇതാണ് ക്വസ്റ്റ്യൻ. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, calculate the amount to be recognized as expense during the vesting period. മക്കളെ നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടി 4,96,800 ആണ് വെസ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ കിട്ടിയത്, അതായത് നിങ്ങൾ എന്ത് ചെയ്തു, 460 × 120 വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് 460 × 120 × 12 × 75%. എന്തുകൊണ്ടാണ് 75%? കാരണം 25% സബ്സ്ക്രൈബ് ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. അതായത് 4,96,800. മക്കളെ 4,96,800 എന്ന് പറയുമ്പോൾ 3 ഇയേഴ്സിലേക്കാണ്. ഈച്ച് ഇയറിൽ എത്രയാണ് കാണിക്കേണ്ടത്, 1,65,600, 1,65,600, 1,65,600. മക്കളെ ഞാനിപ്പോ ഇതാണ് ആൻസർ, ശരിക്കും ഇതാണ് ആൻസർ. ഓക്കെ, 4,96,800 ആണ് ടോട്ടൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓരോ കൊല്ലത്തേക്ക് 1,65,600. അപ്പൊ ICAന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അവർ പ്രസന്റേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ എക്സ്പെൻസ് ഫോർ പീരീഡ്, ക്യുമുലേറ്റീവ് എക്സ്പെൻസ്. അതെന്താ പുതിയ സാധനം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താ ESOP ഔട്ട്സ്റ്റാൻഡിംഗ്. ടോട്ടൽ ഇത്ര കാലമായിട്ട് എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ എത്രയാ, 460 × 120 × 12 × 1/3 × 75%. 1/3 എന്തുകൊണ്ടാ, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്. ഓക്കെ, എല്ലാ കൊല്ലവും 1/3 തന്നെ വരുന്നത്. ഓക്കെ, 1,65,600. രണ്ടാമതും മൂന്നാമതും സെയിം. ഫസ്റ്റ് ഇയർ അക്യുമുലേറ്റ് ചെയ്ത് വരും. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ഇതാണ് ആൻസർ. ഒരു 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ പ്രസന്റ് ചെയ്യണം. ടൈം ഇല്ല, നിങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്തോ, ബട്ട് ആൻസറിന് മാർക്ക് കിട്ടും. ഓക്കെ, ആൻസറിന് മാർക്ക് കിട്ടും. പക്ഷെ 4 മാർക്കിനെ കുറിച്ച് 2 മാർക്കോ 1 മാർക്കോ അല്ല കിട്ടും. ഇതൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടെന്നുള്ളൂ. നമുക്ക് ഇവിടെ ഞാനൊരു കാര്യം കൂടി പഠിപ്പിക്കാനുണ്ട്. അത് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഒരു കാര്യം കൂടി, ചെറിയൊരു കാര്യം, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ മക്കളെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ഇതുവരെ ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് ആയിരുന്നു 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ്. ആ 3 ക്വസ്റ്റ്യൻ കൊണ്ട് ഈ ചാപ്റ്റർ കഴിയും. അതിന് പുറമെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നമ്മൾ ചെയ്യും. ഓക്കെ, പ്രശ്നമാക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ പ്രസന്റേഷൻ മാക്സിമം കൊടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, ബട്ട് പ്രസന്റേഷൻ ആണ് ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ്. ICAക്ക് പ്രസന്റേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ മക്കളെ.